രണഭൂമികളിൽ പൊരുതി മരിച്ച മനുഷ്യ സ്നേഹികളെ ഒരു തലമുറയുടെ ജീവനും അവരുടെ മുൻഗാമികളുടെ ജീവിതവും കവർന്നെടുത്ത വിഷമഴ. നൂറുകണക്കിന് കുട്ടികളെ ജീവച്ഛവമാക്കി മാറ്റിയ എൻഡോസൾഫാൻ. സ്വന്തമായി എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്തവർ, ശബ്ദമില്ലാത്തവർ, വേദനയറിയാത്തവർ, കണ്ണും കാതുമില്ലാത്തവർ. എത്രയെത്ര ജീവനുകൾ, എത്രയേറെ ജീവിതങ്ങൾ. എൻഡോസൾഫാൻ ഒരു തലമുറയെ കാർന്നെടുത്ത ദുരിതകഥ കേട്ട് ആ നേതാവിൻ്റെ കണ്ഠമിടറി, കണ്ണു നിറഞ്ഞു. 2002 പ്രതിപക്ഷ നേതാവായ VS അച്യുതാനന്ദൻ ആദ്യമായി ഈ വിഷയം നിയമസഭയിലെത്തിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ സമീപ ഗ്രാമങ്ങളിലെത്തി ഇരകളെ നേരിട്ട് കണ്ട് ആ ജീവിതത്തിനും വിലയുണ്ടെന്ന് പറഞ്ഞ് ആശ്വാസകിരണമെത്തിച്ച നേതാവിൻ്റെ മടക്കയാത്രയാണിത്. സർക്കാരുകൾ മാറി മാറി എത്തിയിട്ടും ഒരു നേതാവ് ആ മണ്ണിലെത്തി ആ ദുരിത ജീവിതം തൊട്ടറിഞ്ഞത് VSലൂടെയാണ്. ഭരണപക്ഷത്തായപ്പോഴും പ്രതിപക്ഷത്തായപ്പോഴും ഒരുപോലെ അവരോട് നീതി പുലർത്തിയ നേതാവാണ് VS അച്യുതാനന്ദൻ. വലിയ തലയുള്ള, വയറുന്തിയ, നീണ്ട കൈകാലുകളുള്ള മക്കളുമായി, ആശയറ്റ കണ്ണുകളുമായി അമ്മമാർ തെരുവിലിറങ്ങി. കേരളത്തിന്റെ വടക്ക് നിന്ന് പ്രത്യാശയുടെ കിരണം തേടി അങ്ങ് തെക്കോട്ട് വണ്ടി കയറുമ്പോൾ അവർക്കവിടെ ഒരു നാഥനുണ്ടായിരുന്നു. അയാളിൽ അവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അത് വെറുതെയായില്ല. ചികിത്സാ സൗകര്യവും സഹായവും എത്തി. അതുവരെ കള്ളക്കഥകൾ പറഞ്ഞവർക്ക് കൂടെ കൂടേണ്ടി വന്നു. അങ്ങകലെ സ്റ്റോക്ക്ഹോമിൽ കീടനാശിനികൾ സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭാ സമ്മേളനം നടന്ന ദിവസം കേരളത്തിന്റെ സമരചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് തിരുവനന്തപുരത്ത് മന്ത്രിസഭാംഗങ്ങൾ നിരാഹാരമിരുന്നു. ആശയറ്റ ജീവിതത്തിന് അർത്ഥം നേടാൻ കാരണക്കാരനായവൻ അനന്തപുരിയിൽ നിന്ന് മടങ്ങുമ്പോൾ മനസ്സുകൊണ്ട് ആ കാസർകോടൻ ഗ്രാമങ്ങളും വിലാപയാത്രയുടെ ഭാഗമാവുകയാണ്. ഡെസ്ക് റിപ്പോർട്ടർ.